നമസ്കാരം. 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തിരിച്ചടികൾ മാത്രമാണ് BJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 271 എന്ന കേവല ഭൂരിപക്ഷം പോലും തികയ്ക്കാൻ കഴിയാത്ത BJP JDU-വിനെയും TPAയെയും കൂട്ടിച്ചേർത്ത് സഖ്യ സർക്കാർ ഉണ്ടാക്കി. പിന്നീട് അങ്ങോട്ട് JDU-വിന്റെയും PDP-യുടെയും താളത്തിലൊത്തു തുള്ളുന്ന ഒരു പാവ മാത്രമായി കേന്ദ്ര സർക്കാർ. അതോടെ BJP അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP-യിൽ നിന്നും നേതാക്കളും മന്ത്രിമാരുമെല്ലാം കൂട്ടത്തോടെ രാജിവെക്കുകയാണ്. കാശ്മീരിലും ഹരിയാനയിലുമൊക്കെ നടന്ന കാര്യങ്ങൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്നാൽ കോൺഗ്രസ് തങ്ങളുടെ നീക്കങ്ങൾ മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ഊർജ്ജമായി എടുത്തുകൊണ്ട് ഇപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. വളരെ വ്യത്യസ്തത നിറഞ്ഞ താരസമ്പന്നമായ പട്ടികയാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് ഇതിനോടകം പ്രഖ്യാപിച്ചത്. 31 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേരാണ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചത്. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടും പട്ടികയിൽ ഇടം നേടി. ജുലാനയിൽ നിന്നാണ് താരം മത്സരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ബജ്രംഗ് പുനിയയ്ക്കൊപ്പം ഇന്നലെയാണ് വിനേഷ് ഫോഗട്ട് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ ഗർഹി സാംപ്ലങ് ഗിലോയി സീറ്റിൽ മത്സരിക്കും. മുതിർന്ന നേതാക്കളായ സുരേന്ദ്രൻ പർവാർ സോനിപത്തിലും ജഗ്ബീർ സിംഗ് മാലിക് ഗോഹനായിലും ഭരത് ഭൂഷൺ ബത്ര റോത്തക്കിലും മത്സരിക്കും. ഒക്ടോബർ 5-നാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ്. AICC സ്ഥാനത്ത് എത്തിയാണ് വിനേഷ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും തെരുവിൽ നിന്ന് നിയമസഭ വരെ പോരാടാൻ തയ്യാറാണെന്നും വാർത്താ സമ്മേളനത്തിൽ വിനേഷ് ഫോഗട്ട് പ്രതികരിച്ചു. വനിതാ ഗുസ്തി താരങ്ങൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തി കേസിൽ BJP നേതാവും ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരായ പോരാട്ടം തുടരുമെന്നും വിനേഷ് ഫോഗട്ട് വ്യക്തമാക്കി. കോൺഗ്രസിനെയും രാജ്യത്തെയും ശക്തിപ്പെടുത്താൻ പരിശ്രമിക്കുമെന്നും ബജ്രംഗ് പുനിയ പറഞ്ഞു. കോൺഗ്രസ് പ്രവേശനത്തിന് മുമ്പ് ഇരുവരും റെയിൽവേ ഉദ്യോഗം രാജിവെച്ചു. ഇന്ത്യൻ റെയിൽവേയോട് ചേർന്നിരിക്കുന്ന എന്റെ ജീവിതത്തെ അതിൽ നിന്നും വേർപെടുത്താൻ തീരുമാനിച്ചുവെന്നും രാജിക്കത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചുവെന്നും വിനേഷ് ഫോഗട്ട് വെള്ളിയാഴ്ച രാവിലെ തന്റെ എക്സിൽ കുറിച്ചിരുന്നു.